പുരസ്കാരം. പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് പൂയംകുട്ടിയിൽ സംഘടിപ്പിച്ച ജനകീയ മാർച്ചിൽ പങ്കെടുത്ത ആയിരങ്ങൾ. മാർച്ചിന് മുന്നോടിയായി പൂയംകുട്ടിയിൽ ചേർന്ന പ്രതിഷേധ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അനുഗ്രഹ പ്രഭാഷണത്തിൽ 1970കളിൽ രാജപാതയിലൂടെ സഞ്ചരിച്ച ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച് രാജപാത തുറന്നു കിട്ടുന്നതിനായി ജനങ്ങളോടൊപ്പം ഏതറ്റം വരെ പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. MLAമാരായ ആന്റണി ജോണും അഡ്വക്കേറ്റ് മാത്യു കുഴനാടനും കോട്ടയം MP അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജും ഇതേ നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയത്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രാജപാതയിലേക്ക് പ്രവേശിച്ച ജനങ്ങളെ പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തടഞ്ഞെങ്കിലും അത് മറികടന്നാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെയും ആന്റണി ജോണിന്റെയും പുന്നക്കോട്ടിൽ പിതാവിന്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ജനം രാജപാതയിൽ പ്രവേശിച്ചത്. 90 വയസ്സെത്തിയ പുന്നക്കോട്ടിൽ പിതാവ് രാജപാതയിലൂടെ ജനങ്ങൾക്ക് മുന്നേ നടന്നു നീങ്ങിയത് പ്രതിഷേധത്തിനെത്തിയവർക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത്. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കായൻ സ്വാഗതം പറഞ്ഞു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ, ഫാദർ സിബി ഇടപ്പുളവൻ, മാങ്കുളം പള്ളി വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ, ഷിബു തെക്കുംപുറം എന്നിവരും രാജപാത തുറക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി സംസാരിച്ചു. മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിൽ നേതൃത്വം വഹിക്കുന്നവർ, ജോഷി പൊട്ടയ്ക്കൽ, അഡ്വക്കേറ്റ് AC ദേവസ്യ, ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ എന്നിവർ ജനകീയ മാർച്ചിന് നേതൃത്വം നൽകി. കടന്നുപോയിട്ടുണ്ട്. മുട്ടാവുന്ന മാതൃകളെല്ലാം നമ്മൾ മുട്ടിമുട്ടി. എന്നാൽ ന്യായമായ ആ അവകാശം നിഷേധിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതിലെടുത്ത് വെച്ച് നമ്മൾ മറ്റൊരു തീരുമാനം കൈക്കൊള്ളുകയാണ്. ഇവിടെ പ്രിയങ്കനായ ശ്രീ ഷാജി പയ്യാനിക്കൽ ഉൾപ്പെടെ റോഡ് ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ ഒക്കെ തന്നെ നേതാക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ എല്ലാവരുടെയും മനസ്സ് ഒന്നാണ്. ഈ കാര്യങ്ങളിൽ കക്ഷിരാഷ്ട്രീയമില്ല, യാതൊരു തരത്തിലുള്ള വിഭാഗീയമില്ല. ഈ നാടിന് വേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നമ്മളിപ്പോൾ സംഘടിച്ചിരിക്കുകയും